നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരിക്കോട്ട് മലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ കെ പി മോഹനൻ MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗ തീരുമാനം. ഇടവിട്ട് പെയ്ത കനത്ത മഴയിൽ തലശ്ശേരി റെസ്റ്റ് ഹൗസ് പരിസരത്ത് തണൽമരം കടപുഴകി റോഡിലേക്ക് വീണു. 4 വൈദ്യുതി പോസ്റ്റുകൾ ഇളകി വൈദ്യുതി കമ്പികൾ പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായി. കണ്ണൂർ ജില്ലയിൽ ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സംവിധാനം 2 ദിവസത്തിനകം അഴിച്ചു മാറ്റണമെന്ന മുന്നറിയിപ്പുമായി RTO. ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. വാർത്തകൾ വിശദമായി. നരിക്കോട്ട് മലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങിയതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ കെ പി മോഹനൻ MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിൽ തീരുമാനം. നരിക്കോട്ടുമല സാംസ്കാരിക കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞത് ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് എന്തൊക്കെ വേണം, സോളാർ ഫെൻസിങ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിങ്. അതിന്റെ ഏകദേശമുള്ള നടപടികൾ ഞാനിപ്പോൾ വരുമ്പോൾ മന്ത്രിയോട് കഴിഞ്ഞാഴ്ച പോയിട്ട് മന്ത്രിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ അത് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പറഞ്ഞതായിരുന്നു ഈ ലൈനും 4 ഇതാക്കിയെന്നാണ് ഇവിടത്തേക്ക് വരുന്നത്. ഈ ഭാഗത്ത് അപ്പാട്ട് പാറാട്ട് ഭാഗം അപ്പോൾ 2 കോടി പാറാട്ട് ഭാഗമാക്കി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആന എന്തുകൊണ്ട് ഇറങ്ങുന്നു? ആന ഇറങ്ങാത്ത കാരണം ആനക്ക് വേണ്ട ഭക്ഷണം അവർക്ക് കാട്ടിൽ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പഴയ കാലത്ത് തന്നെ എല്ലാവരും പറഞ്ഞതായിരുന്നു ആനക്ക് വേണ്ട ഭക്ഷണം അവിടെ തന്നെ ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവാം. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷമീന കുഞ്ഞിപ്പറമ്പത്ത് അധ്യക്ഷയായി. മേഖലയിൽ വൈദ്യുത വേലി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കും. 7 കിലോമീറ്റർ പരിധിയിൽ വൈദ്യുത കമ്പി സ്ഥാപിക്കേണ്ടതുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിനു പുറമെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് കൂടി ലഭ്യമാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അധികൃതരോട് സഹായം അഭ്യർത്ഥിച്ച് രേഖാമൂലം കത്തു നൽകി. പ്രദേശത്ത് ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ MLA ഇടപെട്ട് നടപടിയെടുക്കും. മലമുകളിൽ പാത്തിക്കൽ വരെയുള്ള സ്ഥലത്ത് പാറാട് വൈദ്യുത സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി എത്തുന്നത്. എന്നാൽ ആനഭീതിയിലായ നരിക്കോട്ട് ഭാഗം നാഥാപുരം വൈദ്യുത സ്റ്റേഷന്റെ കീഴിലാണ്. കാലവർഷം തുടങ്ങിയതോടെ പതിവ് വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്നതായി ദേശവാസികൾ പറയുന്നു. ഒരു മേഖലയിൽ നിന്ന് മാത്രം കേന്ദ്രീകരിച്ചെടുക്കരുത്. ഇനി ഇവിടെ എടുക്കുന്നത് കടവ് പാർട്ടിക്കിൽ നിന്ന് മാത്രമാക്കിയിട്ടാണ്. എങ്കിലും മാത്രമേ കൂടുതലായിട്ട് ആനയം തെളിക്കാൻ നമുക്കാകും. ഇവിടെ ഇപ്പം നരിക്കോട് വരെ ഒറ്റ വാർത്തകളാണ്. ഇവരാണ് മൊത്തം പാർട്ടിക്കൽ നിയന്ത്രിക്കണം, ഇവിടെ വിട്ടു പറയണം. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാത്രന്മാർ ആയിട്ട് വരുന്ന യുവാക്കൾ അവിടെ കൊടുക്കണം, കടവ് മലയിൽ കൊടുക്കണം. അതിപ്പം ശല്യം ചെയ്യുന്ന പാർട്ടിക്ക് കടവ് മല ഇളമാക്കൽ യുവാക്കളുടെ ഒരു യുവാവിനെ ഇളമാക്കൽ നിർത്താം. അങ്ങനെ എല്ലാ ഭാഗത്തും വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആനയെ നിയന്ത്രിക്കാനാവൂ. ലൈനിൽ അറ്റകുറ്റപ്പണി നടത്താൻ വളരെ ദൂരെ നിന്നും ജീവനക്കാർ എത്തേണ്ട സ്ഥിതി ഒഴിവാക്കാൻ ആ പ്രദേശം കൂടി പാറാട് സെഷന്റെ പരിധിയിലാക്കാനുള്ള ശ്രമവും നടത്തും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പാലിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരേരോത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, കണ്ണവർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത്, വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് പോപ്റ്റൻ പാത്തിക്കൽ, വാർഡംഗം E സുധ, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് അംഗങ്ങളായ നസീമ ചാമാളിയിൽ, ഹാജറ യൂസഫ്, K ഷൈജു എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 11-ന് 4 കാട്ടാനകൾ നരിക്കോട്ട് ജനവാസ കേന്ദ്രത്തിൽ എത്തിയതിനെ തുടർന്ന് KP മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേർന്നിരുന്നു. യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 2ാമതും ജാഗ്രതാ സമിതി ചേർന്നത്. കഴിഞ്ഞ ദിവസവും 12 കാട്ടാനകൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിച്ചിരുന്നു. ഇടവിട്ട് പെയ്ത കനത്ത മഴയിൽ തലശ്ശേരി റെസ്റ്റ് ഹൗസ് പരിസരത്ത് തണൽമരം കടപുഴകി റോഡിലേക്ക് വീണു. 4 വൈദ്യുതി പോസ്റ്റുകൾ ഇളകി വൈദ്യുതി കമ്പികൾ പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി. മരത്തിനടിയിലെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് റെസ്റ്റ് ഹൌസ് പരിസരത്തെ BSNL ടവറിന് സമീപമുള്ള
മരമാണ് കടപുഴകി റോഡിലേക്ക് വീണത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. മരം വീഴുന്നതിനിടയിൽ സമീപത്തെ വൈദ്യുത കമ്പികളിൽ തട്ടി ഏതാനും കമ്പികൾ പൊട്ടി. 4ഓളം വൈദ്യുത പോസ്റ്റുകൾ ചെരിഞ്ഞു. വൈദ്യുതി ബന്ധവും താറുമാറായി. വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ മരം മുറിച്ചു മാറ്റി. KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി തകരാറും പരിഹരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ, വാർഡ് കൗൺസിലർ AT ഫിൽഷാദ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സംവിധാനം 2 ദിവസത്തിനകം അഴിച്ചു മാറ്റണമെന്ന് RTO ഉത്തരവിട്ടു. ഹോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ 10,000 രൂപ പിഴ ഈടാക്കുകയും ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്യുമെന്ന് RTO മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ജില്ലയിലെ ബസ്സുകളിലുള്ള ഓഡിയോ വീഡിയോ സംവിധാനങ്ങളും അമിത ശബ്ദമുണ്ടാക്കുന്ന ഹോണുകളും 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അഴിച്ചുമാറ്റണമെന്ന് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. പരിശോധനയിലോ പരാതിയിലോ ഇത്തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനത്തിന്റെ പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കും. 10,000 രൂപ വരെയുള്ള ഉയർന്ന പിഴയും ഈടാക്കും. ഡ്രൈവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും RTO അറിയിച്ചു. ഡോർ തുറന്നുവെച്ച് സർവീസ് നടത്തുന്നതും എഞ്ചിൻ ബോണറ്റിന്റെ മുകളിൽ യാത്രക്കാരിയിരുത്തി സർവീസ് നടത്തുന്നതും നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ വ്യാപകമായ പരാതികൾ വരുന്നുണ്ട്. സീറ്റിന്റെ അടിയിൽ വലിയ സ്പീക്കർ ബോക്സ് പിടിപ്പിക്കുന്നത് യാത്രക്കാർക്ക് കാൽ നീട്ടിവെച്ച് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള പരാതിയും വ്യാപകമാണെന്നും RTO അറിയിച്ചു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. KEP അധികൃതരും സഹകരണ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ, IT പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ ഉൾപ്പെടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടെക്നിക്കൽ ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള 50 കോടി രൂപയുടെ പ്രപ്പോസൽ കിഫ്ബി ധനസഹായത്തോടെ സഹകരണ വകുപ്പ് നടപ്പാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സെമി കണ്ടക്ടർ ടെക്നോളജി തുടങ്ങി പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കും. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനേക്കാളുപരി യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഉറപ്പാക്കുന്ന നിലയിൽ പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കോളേജിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വർക്ക് നിയർ ഹോം ഫെസിലിറ്റിയും ടെക്നോ പാർക്കിന് സമാനമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അക്കാദമികപരമായും വ്യാവസായപരമായും പുരോഗതി നേടുന്നതിനുള്ള നൂതനമായ മാർഗങ്ങൾ അവലംബിക്കും. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ നവീകരണത്തിന് എല്ലാവിധ സഹായവും സഹകരണ വകുപ്പ് മന്ത്രിയും കിഫ്ബി അധികൃതരും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു. വിശദമായ കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ SK ചുമതലപ്പെടുത്തുന്നതിനും ജൂലൈ 7 വീണ്ടും യോഗം ചേർന്ന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും തീരുമാനമെടുത്തു. സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ PK പത്മകുമാർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു P നായർ, KEP ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ്, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S ജയകുമാർ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ M കുഞ്ഞുമോൻ, അർജുൻ SK എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് നിർമ്മിച്ച റീൽ ശ്രദ്ധേയമാവുന്നു. സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി SPC സംഘടിപ്പിച്ച സംസ്ഥാനതല റീൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതും ഇതേ റീലാണ്. വാർത്ത കാണാം. സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി SPC സംഘടിപ്പിച്ച സംസ്ഥാനതല റീൽ മത്സരത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം ഈ റീൽ നേടിയിരുന്നു. ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടിക്കൊണ്ട് സംസ്ഥാന തലത്തിലും 1ാമത് എത്തിയിരിക്കുകയാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് നിർമ്മിച്ച ഈ റീൽ. യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ഈ റീൽ. കേഡറ്റുകളായ മാളവിക, ഇഷാനി, രാഘാഞ്ജന, കീർത്തന, അധ്യാപകരായ ഋത്തിക്, സനേഷ്, പവിത്രൻ, ദീപ്തി, CPOമാരായ MK രാജീവൻ, KP പ്രശീന എന്നിവർ നേതൃത്വം നൽകി. റീലിന്റെ സാങ്കേതിക നിർവഹണം നടത്തിയത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ SPC വിദ്യാർത്ഥികൾക്കായി നടത്തിയ റീൽസ് മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ റീൽസിന് ഇന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി SPC കേഡറ്റുകളുടെയും ലിറ്റിൽ കൈറ്റ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ
റീൽസ് മത്സരത്തിൽ നമ്മുടെ സ്കൂൾ അഥവാ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂൾ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ സന്തോഷ വാർത്ത അറിയിക്കാം. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിക്കൊണ്ടാണ് ഈ ഒരു വിജയം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി നന്നായി പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ സ്കൂളിലെ SPC കേഡറ്റുകളും അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തിന്റെ കാര്യത്തിലായാലും ഗുണമേന്മയുടെ കാര്യത്തിലായാലും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഹൃദയംഗമായി ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. വിജയികളെ ഒന്നുകൂടി അനുമോദിക്കുന്നു. ഈ റീലിനെ ഹൃദയത്തിലേറ്റുവാങ്ങിയ ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നന്ദിയും അറിയിച്ചു. ലൈക്ക് ചെയ്ത് നമ്മുടെ റീലിനെ സംസ്ഥാനത്തെ 1ാം സ്ഥാനത്ത് എത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. റീൽസിൽ മികച്ച പ്രകടനം നടത്തിയ നമ്മുടെ സ്കൂളിലെ SPC കേഡറ്റുകൾക്കും അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ SPC ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് SPC കേഡറ്റ്സുകളും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളും കൂടി ഇങ്ങനൊരു റീൽ നിർമ്മിക്കുന്നത്. ഈ റീൽ ലൈക്ക് ചെയ്ത് സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനം നേടിത്തരാൻ സഹായിച്ച എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും വക നന്ദി അറിയിക്കുന്നു. SPC പ്രൊജക്ട് സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി SPC കേഡറ്റുകൾക്കായി ഒരു റീൽസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് SPC കേഡറ്റ്സുകളും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുമാണ്. കൂടാതെ ഒട്ടനവധി പേർ ലൈക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. അതിൽ നാട്ടുകാരോടും കൂടാതെ നമ്മളെ കേഡറ്റുകള്, നാട്ടുകാര്, അതുപോലെ തന്നെ പൊതുജനങ്ങള്, കണ്ണൂർ സിറ്റിയിലെ മറ്റ് വിദ്യാലയങ്ങളിലെ എല്ലാ കുട്ടികളോടും നന്ദി അറിയിക്കുന്നു. കണ്ണൂർ സിറ്റിയെ പ്രതിനിധീകരിച്ച് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC സ്റ്റുഡൻസിന്റെയും ലിറ്റിൽ കൈറ്റ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് റീൽസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടാൻ ഈ റീൽസിന് സാധിച്ചു. ഇതിന്റെ പങ്കാളികളായ ഒന്നാമതായി ഡയറക്ടർ ആൻഡ് തിരക്കഥാകൃത്തായ നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ ഋത്തിക് സാറ്, പിന്നീട് കേന്ദ്ര കഥാപാത്രമായി മാറിയ കീർത്തന, മറ്റ് അഭിനേതാക്കളായ ദീപ്തി മിസ്, രാഗാഞ്ജന, മറ്റ് SPC കുട്ടികൾ, എഡിറ്റിംഗും ഷൂട്ടിങ്ങിനും വേണ്ടി നമ്മളെ സഹായിച്ച ലിറ്റിൽ കൈറ്റ്സിന്റെ കൂട്ടുകാരായ സാൻവി, സാനിഫ്, മറ്റ് SPC CPOമാരായ രാജീവ് സാർ. വനം വകുപ്പിന്റെ മിഷൻ ഫുഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായുള്ള വിത്തൂട്ട് പദ്ധതിയുടെ കണ്ണവം റേഞ്ച് തല ഉദ്ഘാടനം നടന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA KP മോഹനൻ നരിക്കോട് വനഭാഗത്ത് വിത്തുബോളുകൾ നിക്ഷേപിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിത്തൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം KP മോഹനൻ MLA നരിക്കോട് വനഭാഗത്ത് വിത്തുബോളുകൾ നിക്ഷേപിച്ചുകൊണ്ട് നിർവഹിച്ചു. കാരണം വനത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണം ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം. അപ്പോൾ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അത് അതിൻ്റെ ഒരു നല്ല രൂപത്തിലെത്തിയില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു സൗകര്യം കിട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വിത്തൂട്ട് എന്ന പദ്ധതിയിലൂടെ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇതേപോലുള്ള മൃഗങ്ങൾക്കൊക്കെ അതിനെ ഭക്ഷിക്കാനുള്ള തൈകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിളയിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ലൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിയെയും സർക്കാരിനെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒക്കെ തന്നെ കടമയാണ്. അത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അറിയിക്കേണ്ട ഉദ്യോഗത്തിൽ അറിയിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഏത് സമയത്തും അലർട്ടായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. പൊയിലൂർ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് പോപ്റ്റൻ അധ്യക്ഷനായി. കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത്ത് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രേരോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ സമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P ഷൈജു സ്വാഗതം പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിത്ത് ബോളുകൾ കണ്ണവം ഭാഗത്തെ ഉൾവനങ്ങളിൽ നിക്ഷേപിക്കും.
വള്ളിയായി സ്വാതന്ത്ര്യ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവവും ലഹരിവിരുദ്ധ ദിനാചരണവും സംഘടിപ്പിച്ചു. ഐ.വി. ദാസ് സ്മാരക ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഐ.വി. ദാസ് സ്മാരക ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി തന്നെയാണ്. എന്തൊക്കെയുണ്ട് നമുക്ക്? ഞാനിപ്പോൾ 147 വിദ്യാലയം, കൂത്തുപറ മണ്ഡലത്തിലെ 147 വിദ്യാലയങ്ങളിലും പുസ്തകവും കളിക്കാനുള്ള ഉപകരണങ്ങളും കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? കുട്ടികളൊക്കെ തന്നെ കളിച്ചു വരണം. കായിക കലാരംഗങ്ങളിലും വായനാ രംഗത്തിലൊക്കെ തന്നെ കുട്ടികൾ പോയാൽ ഇതൊരു വായനശാലയാണ്. വായന ഏറ്റവും നല്ല ഔഷധമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് വായിക്കും. കോളേജിലെത്തി 2 വർഷം ഗൾഫിലായിരുന്നു, അപ്പോൾ വായിക്കാൻ കഴിയില്ല. പിന്നീട് തിരിച്ചു വന്നപ്പോൾ വായിക്കാത്തതിന്റെ ദോഷം മനസ്സിലായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാം വായിക്കണം, നന്നായിട്ട് വായിക്കണം. അതുകൊണ്ട് പുസ്തകം കൊടുത്തിരിക്കുകയാണ്. വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പുസ്തകമുണ്ട്, ഒരു അലമാരിയുണ്ട്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കെട്ടിടോദ്ഘാടന ദിനത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രീവത്സൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ മേഖലാ സെക്രട്ടറി K. പ്രദീപ് തുണിസഞ്ചി വിതരണം ചെയ്തു. രാജീവൻ T. വെങ്ങാട് ക്ലാസ് എടുത്തു. PP. അഭിനവ് സ്വാഗതവും TK. രജില നന്ദിയും പറഞ്ഞു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2 മാഷന്മാർ തന്നെ ഇവനെ ഡോക്ടറെടുക്ക കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു, പ്രതീക്ഷ വളരെ കുറവാണെന്ന് തോന്നുന്നു, നിങ്ങൾ RCCയിൽ തിരുവനന്തപുരം ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഈ ഡോക്ടേഴ്സും അമ്മയും ഉണ്ട്. അപ്പോൾ അവിടുന്ന് 2 ദിവസത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരും ഈ ലെക്ചേഴ്സും തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഈ സ്ത്രീക്ക് മനസ്സിലായി. കാരണം പഴയ BSc കഴിഞ്ഞ മാസ്റ്റർ ട്രെയിനായ ഒരമ്മയാണ് ഈ കുട്ടിയുടെ അമ്മ. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഞാറ്റുവേല ചന്തക്ക് തുടക്കമായി. പെരുന്താറ്റിൽ ഗ്രൗണ്ടിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നട്ടുകൊണ്ട് ഞാറ്റുവേല ചന്തയിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ ഇവിടുന്ന് വിത്ത് വിതരണം നമുക്ക് നടക്കും. അപ്പം വിത്ത് കൊണ്ടുപോയി നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. പച്ചക്കറികൾ പറിച്ചെടുക്കുന്ന ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ സ്കൂളിലേക്ക് ഷെയർ ചെയ്യണം. എല്ലാവരും നല്ലൊരു കർഷകരാകണം. അതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ആപ്തവാക്യം. എല്ലാവരും കുട്ടി കർഷകരായിട്ട് മാറണം. നമ്മുടെ PC സ്കൂളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. PC സ്കൂളിലെ മക്കളും അതേപോലെ നമ്മുടെ കർഷകരായ ആളുകളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുഷ KD അധ്യക്ഷയായി. കൃഷി ഓഫീസർ TK കാവ്യ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ M. ബാലൻ, സുശീൽ ചന്തോത്ത്, ഷിംജിത് P എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി PC ഗുരുവിലാസം സ്കൂൾ വിദ്യാർത്ഥികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ ചന്തയിൽ പങ്കെടുത്തു. കാർഷിക കർമ്മസേനയുടെയും കർഷകരുടെയും നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും നടത്തി. കൃഷി അസിസ്റ്റന്റ് S. ബിന്ദു നന്ദി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SDPI പ്രവർത്തകർ തിങ്കളാഴ്ച ന്യൂമാഹി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. രാവിലെ മാഹി പാലത്ത് നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂമാഹി പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് SDPI സമരരംഗത്തിറങ്ങുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുകയാണെന്നും ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ വേണ്ടി തകർത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് ഗതാഗതം ഈ ഭാഗത്ത് ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഗുരുതരമായ അനാസ്ഥക്കെതിരെയാണ് SDPI പ്രക്ഷോഭരംഗത്തിറങ്ങുന്നത്. ഈ പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ SDPI പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരുടെ ആവലാതികൾക്കും നടപടി സ്വീകരിക്കാതെ ജനദ്രോഹ പഞ്ചായത്തായി ന്യൂമാഹി പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം, വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കൽ മുതലായവ ചെയ്യാതെ പഞ്ചായത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. സ്കൂളുകളിലും മദ്രസകളിലും മറ്റും പോകുന്ന വിദ്യാർത്ഥികൾ
തെരുവ് നായ ശല്യം നേരിടുന്നു. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ വേണ്ടി തകർത്ത റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് ഇതുവരെയും മുതിർന്നിട്ടില്ല. ജൂൺ 30 തിങ്കളാഴ്ച രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MK ജബീർ, PB ഹനീഫ, EK നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ ഗുരുസന്നിധി ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ബോധവൽക്കരണ ക്ലാസും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഗുരുസന്നിധിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുറ്റം പറയും കുട്ടികളെയും ചെറുപ്പക്കാരെയും കുറ്റം പറയുന്ന കുറേ തന്ത വഴികൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ ആദ്യമായിട്ടുണ്ട്. അവര് ചെയ്യേണ്ടതൊന്നും ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഈ കുട്ടികൾക്ക് ബുദ്ധിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ആരോഗ്യം പണ്ടത്തെ ചെറിയാതെ പറയും, പണ്ടല്ലേ ആരോഗ്യം എന്താ ഉത്തരോതുന്ന ആരോഗ്യം ഉണ്ടാകും. 45 വയസ്സിൽ മരിച്ചു പോകുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ത്യയിൽ ശരാശരി ആയുസ് 45 വയസ്സാ. 45 വയസ്സിൽ ഇന്ന് നല്ല എനർജിയുള്ളത്, നല്ല ആരോഗ്യം ഇല്ല. പണ്ടൊന്നല്ല, അന്ന് അപൂർവം ചിലത് ലളിതവാക്യം കൊണ്ട് 100 വരെ എത്തുന്നുണ്ടാവും. ചെറിയ എന്നാ 98 മരിച്ചിട്ടാ 2 വയസ്സ് കൂടി ബാക്കിയാണ്. ഇന്ന് നല്ല ആരോഗ്യമാണ്, നല്ല വീടാണ്, നല്ല ബുദ്ധിയാണ്. ഇനി എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇതിന്റെ കൂട്ടത്തിൽ വികസിക്കേണ്ട ഒരു ഘടകം. ഈ ഘടകത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് ഇടപെടാറ്. ഈ പഠിക്കേണ്ട കാര്യം നിങ്ങൾ വീട്ടിൽ നടക്കണക്ക് പഠിക്കടാ എന്ന് പറഞ്ഞാലേ കുട്ടികൾ പഠിക്കൂലടാ എന്നാണ് മനസ്സിൽ തോന്നുക. പക്ഷെ പറയാത്തതെന്നറിയോ? പറയാത്തത് അവർക്ക് താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് തിന്നാൻ വേറെ ജോലിയില്ലാത്തതുകൊണ്ട് പറയാം. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് മിറാജ് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ TK അശോകൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗുരുസന്നിധി ഡയറക്ടർമാരായ പ്രദീപൻ മാസ്റ്റർ, ചന്ദ്രൻ മാസ്റ്റർ, രാജൻ നടേമൽ, ഷംജിത്ത്, രാജു, മദർ PTA പ്രസിഡന്റ് രോഷ്ന പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗം NSSന്റെയും കരിയർ ഗൈഡൻസിന്റെയും വിമുക്തി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തലശ്ശേരി സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗം NSSന്റെയും കരിയർ ഗൈഡൻസിന്റെയും വിമുക്തി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടിയത്. തലശ്ശേരി സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസും ഒരുക്കിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരായി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഒപ്പ് ശേഖരണവും ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണവും വിദ്യാർത്ഥികളൊരുക്കിയ ഫ്ലാഷ് മോബും നടന്നു. പ്രിൻസിപ്പാൾ K പ്രിയ അധ്യക്ഷയായി. സ്കൂൾ അധ്യാപകൻ KP വികാസ്, NSS പ്രോഗ്രാം ഓഫീസർ ആശിഷ തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS GRCയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആന്റി ഡ്രൈ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മലയാള കലാ നിലയത്തിന്റെ ജീവിത ലഹരി ഓട്ടംതുള്ളൽ വിദ്യാലയത്തിൽ എന്ന പരിപാടിയും നടന്നു. കതിരൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും GRCയുടെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രൈ ക്ലബിന്റെ ഉദ്ഘാടനവും മലയാള കലാനിലയത്തിന്റെ ജീവിത ലഹരി ഓട്ടംതുള്ളലും അരങ്ങേറി. കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഞ്ജല P രാജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ സാവിത്രി അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ സംഗീത സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കുലാറത്ത്, സ്കൂൾ പ്രിൻസിപ്പാൾ മിനി, രമ്ന RG തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം മഹേന്ദ്രൻ അവതരിപ്പിച്ച ജീവിത ലഹരി എന്ന ഓട്ടംതുള്ളലും അരങ്ങേറി.
കതിരൂർ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുവാൻ ലൈറ്റ് എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്ലബിനും രൂപം നൽകി. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ്. ന്യൂലി ആഡഡ് കോഴ്സസ്: BCA, BCom ലോജിസ്റ്റിക്സ്. ആഡ്-ഓൺ കോഴ്സസ്: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. അടിയന്തരാവസ്ഥയിലെ ഭീകരതയുടെ ഓർമ്മകൾ ഭ്രാന്തൻ നായ എന്ന കഥയിലൂടെ പുനരാവിഷ്കരിച്ച് തലശ്ശേരി കോപ്പറേറ്റീവ് വനിതാ കോളേജ് പ്രിൻസിപ്പാളും എഴുത്തുകാരനുമായ കെ ശ്രീശൻ. കൊണ്ട്രായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയാണ് ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാട്ടുവർത്തമാനത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകൾ പലരും പങ്കുവച്ചത്. തൻ്റെ ബാല്യകാലത്ത് താൻ കണ്ട അടിയന്തരാവസ്ഥയിലെ ഭീകരതയുടെ ഓർമ്മകൾ ഭ്രാന്തൻ നായ എന്ന കഥയിലൂടെ പുനരാവിഷ്കരിച്ച് തലശ്ശേരി കോപ്പറേറ്റീവ് വനിതാ കോളേജ് പ്രിൻസിപ്പാളും എഴുത്തുകാരനുമായ ശ്രീശൻ കഥാനുഭവം പങ്കുവച്ചു. പ്രദേശവാസികളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ടു. നോക്കെത്താണാ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ വെയിൽ നാളമേറ്റ് പൊള്ളിപ്പുളയും, കണ്ണിൽ ചെന്നായിയുടെ ക്രൗര്യവും, ഉമിനീരൊലിക്കുന്ന നാക്കും നീട്ടി വാല് വടി പോലെ പിന്നിൽ താഴ്ത്തി നടന്നുകൊണ്ടോടുന്ന ഭ്രാന്തൻ നായ നാട്ടിലിറങ്ങുന്നത് ഈ സമയത്താണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ പറയേണ്ട അത്രയ്ക്ക് വേണ്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവും കൂടി കുത്തുവാർത്തുനിന്ന് വരുമ്പോൾ കുറേ നമ്മളിങ്ങനെ പോകുമ്പോൾ പടിഞ്ഞാമുറിയിൽ വെച്ചിട്ട് നമുക്ക് തൊട്ടിലായിട്ടില്ല. നമ്മൾ വരുമ്പോൾ പടിഞ്ഞാമുറിയിൽ ആദ്യമൊക്കെ വീടിൻ്റെ മറവിൽ ഞങ്ങൾ ബാക്കിലാണ് കയറി വന്ന് ജാതി അങ്ങനെയും മുന്നോട്ട് കടന്നു പോയത്. നമ്മൾ തിരിച്ചിങ്ങ് വന്ന് നേരെ ബസ്സിലൊന്നുമല്ല നടന്നിട്ട് തന്നെ. കയ്യിൽ പൈസ ഇല്ല, ഒരു പഠിക്കും പോകുന്നില്ല. എന്നെ രാധന വീട്ടിൽ നിന്ന് പോലീസുകാർ ഇറക്കിക്കൊണ്ടിരുന്ന കമ്പനി നടന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് അതിനെ രാജീവന അങ്ങനെ പഴയ നമ്മളത് വായിക്കും. എനിക്ക് കഴിയാൻ പറ്റുന്നില്ല. അടിയ ദിവസം തന്നെ പെട്ടെന്ന് വായിക്കുമ്പോൾ എൻ്റെ കണ്ണൊന്ന് മടങ്ങുന്ന പോലെ വെള്ളം വന്നു. അടിയന്തരാവസ്ഥ കാലം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ജീവിതത്തിൽ ഒരു കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ പട്ടണത്തിലായിരുന്നു, പക്ഷെ ഞാൻ ജീവിത നാട്ടിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട് കുമ്പലേരി കൂടായിരുന്നു. അപ്പൊ ഞാൻ വൈകുന്നേര സമയത്തെല്ലാം കച്ചവടപ്പുഴ ചെക്കിരിപ്പാത്തിനടുത്ത് ചന്ദ്രന്റെ പീടിയിൽ നിരപ്പാട് മേലും വൈകുന്നേരം വന്നിരിക്കുകയാണ്, കുസലം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. ഈ അവസരത്തിൽ പന്നക്കര ഭാഗത്തുനിന്ന് ഗുണ്ടറായിട്ട് കുറെ ആള് വടിവാളും കത്തിയലായിട്ട് വരുന്ന വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ രംഗം ഒന്ന് രോമാഞ്ചം പിടിക്കുന്ന പരിപാടിയായിരുന്നു. ആ സ്ത്രീകളില്ലായിരുന്നെങ്കിൽ കുര്യാക്കനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു കുര്യാക്കന്റെ അന്നത്തെ സ്ഥിതി. കുര്യയുടെ വേലയിലെ ലഭിച്ചത് അതാണ് ആ കമ്പനിയുടെ ധീരമായ വനിതാ സഹാക്കളുടെ ഇടപെടലുകൊണ്ടാണ് കുര്യാക്കൾ വലിയ പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. ഇതാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് എല്ലാവരും അറിയാം. പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി മർദ്ദനങ്ങൾ ഞങ്ങൾ സഹിച്ചു. അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കി 2 ആഴ്ച റിമൈൻഡ് ചെയ്തു. അങ്ങനെ പുറത്തു വന്നപ്പോൾ ഞാൻ ഒളിവിൽ പോയി തോൽവരെ താമസിക്കുകയും അവിടുന്ന് ശക്തി കുറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇത്രയാണ് അടിയന്തര കാലത്തെ അനുഭവങ്ങളിൽ പറയുന്നത്. ടി കുഞ്ഞിരാമൻ, എൻ പങ്കജാക്ഷി, നെല്ലിക്ക രാജൻ, ഇ രാജൻ, വി മല്ലിക, മണിത് രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ വി മനോഹരൻ അധ്യക്ഷനായി. കെ കെ സനൽകുമാർ സ്വാഗതം പറഞ്ഞു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റീത്ത ലഹരി വിരുദ്ധ ക്യാമ്പസ് പ്രഖ്യാപനം നടത്തി. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്.
പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത ലഹരി വിരുദ്ധ ക്യാമ്പസ് പ്രഖ്യാപനം നടത്തി. ചൊക്ലി ഹെൽത്ത് ഇൻസ്പെക്ടർ CK ഷിൻഡു വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. പ്രധാന അധ്യാപിക N സ്മിത, ഡെപ്യൂട്ടി HM ഉദയകുമാർ, സ്റ്റാഫ് സെക്രട്ടറി TP ഗിരീഷ്, SRG കൺവീനർ രജീഷ്, NCC ഓഫീസർ TP രാവിദ്, JRC കൗൺസിലർ ശ്രീഹരി, C അസിത എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ വിമുക്തിയുടെ ഫോൺ നമ്പറും എല്ലാം നിങ്ങൾ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യാം. ഒരു തരത്തിലും നിങ്ങൾ ഇതിന് അടിമപ്പെടാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമൊക്കെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാനുള്ളത് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊരു പദവി എല്ലാ സ്കൂളുകളും നേടിയെടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 9 മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും മാനദണ്ഡങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പുകയില രഹിത സ്ഥാപനമായി പ്രഖ്യാപിക്കണം. കൂത്തുപറമ്പ് മലയാള കലാനിലയം സാഹിത്യവേദി വായനപുര ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ രാജൻ പാനൂരിന്റെ അച്ഛൻ ചങ്ങല കഥാസമാഹാരം പ്രകാശനം ചെയ്തു. മലയാള കലാനിലയം ഹാളിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് മലയാള കലാനിലയം സാഹിത്യവേദി വായനപുര ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷ വി സുജാത ടീച്ചർ ഭദ്രദീപം കൊളുത്തി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് വെള്ളച്ചാൽ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഷിൻഡു C ശേഖർ അച്ഛൻ ചങ്ങലയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. 2 കഥ മാത്രമാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത്. ആദ്യത്തെ കുമാരസംഭവവും അവസാനത്തെ അച്ഛൻ ചങ്ങലി. തീർച്ചയായിട്ടും ഒരു നല്ല ക്രാഫ്റ്റുള്ള കഥയെഴുത്ത് എന്ന് പറയുന്നതും ഏതെഴുത്തായി കഴിഞ്ഞാലും അതിനൊരു ആർക്കിടെക്ചർ ഉണ്ട്, അതിനൊരു വാസ്തു വിദ്യയുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ വാസ്തുവിദ്യയില്ല, ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ആ ആർക്കിടെക്ചർ വളരെ കൈവഴക്കത്തോടുകൂടി ഈ കഥകളിലെല്ലാം തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണമായ ഒരു മനുഷ്യ ജീവിത പശ്ചാത്തലത്തിൽ മനുഷ്യൻ്റെ അകവും പുറവും, ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്. നമുക്കെല്ലാം തന്നെ സത്യത്തിൽ നമ്മളെല്ലാം ഉഭയജീവികളാണ്. ഉഭയജീവികളാണെന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ വെള്ളത്തിലും കരയിലും നീന്തുന്നു എന്നല്ല എൻ്റെ അർത്ഥം. 2 തരത്തിലുള്ള ഒരവസ്ഥ നമുക്കുണ്ട്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണുന്ന ഞാനല്ല യഥാർത്ഥത്തിൽ ഞാൻ. ആണോ? ഇങ്ങനെല്ലാം പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആവല്ലേ. പണ്ട് സുനിൽ പി ഇളയുടെ ഇതേപോലെ ഒരു സാധനം പറഞ്ഞ് ട്രോളിയിട്ട് ഒരു 1.5 മാസക്കാലം അത് തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കും. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ കാണുന്നവർ ഞാനായിരിക്കില്ല ഞാൻ. അപ്പം എനിക്ക് 2 നിലനിൽപ്പ് അസ്തിത്വങ്ങളുണ്ട്. ഞാൻ പുറമെ കാണുന്ന ഒന്നും എൻ്റെ മാത്രം സ്വന്തമായ ഒന്നും ഇല്ലേ. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് ലൈഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് നമ്മളെ സ്വയം സംസ്കരിക്കുന്ന ഒരു നിയന്ത്രണത്തിൻ്റെ ചട്ടക്കൂടിലാണ് ഒരു പരിധിവരെ നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. മലയാള കലാനിലയം ഡയറക്ടർ കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷനായി. ജയപ്രകാശ് പന്തക്ക സ്വാഗതം പറഞ്ഞു. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം പുസ്തക പരിചയം നടത്തി. K ഗീത ടീച്ചർ, വിനോദ് നരോത്ത്, അഷ്റഫ് ചമ്പാട്, M സജീന്ദ്രൻ മാസ്റ്റർ, സജീഷ് തൃക്കണ്ണാപുരം, VK റീന, വന്ദന, രാജേന്ദ്രൻ തോണിയോട്ട്, മുസ്തഫ കമാൽ, ഡോക്ടർ TK അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. എഴുത്തുകാരൻ രാജൻ പാനൂർ മറുപടി പ്രസംഗം നടത്തി. സ്നേഹം, ആർദ്രത, സഹാനുഭൂതി, പ്രതിരോധം എന്നിങ്ങനെ വിവിധ സ്ത്രീ സഹജഭാവങ്ങൾ തെളിമയാർന്ന ഭാഷയിലൂടെയാണ് അച്ഛൻ ചങ്ങലയിൽ പ്രതിഫലിപ്പിക്കുന്നത്. വായിച്ചു തീർന്നാലും വായനക്കാരനെ ഉപേക്ഷിച്ചു പോവാത്ത കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമാണ് അച്ഛൻ ചങ്ങലയെ വേറിട്ട് നിർത്തുന്നതെന്ന് പിന്നണി പ്രവർത്തകർ പറഞ്ഞു. വായനാ ഭക്ഷണാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ചോമ്പാൽ സബ് ജില്ലയിൽ തുരുത്തി LP സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിനത്തിൽ കണ്ണുംപള്ളി ഫ്രണ്ട്സ് വായനശാല സന്ദർശിച്ചു. ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് തുരുത്തി LP സ്കൂൾ വിദ്യാർത്ഥികൾ പാനൂരിനടുത്ത കണ്ണുംപള്ളി ഫ്രണ്ട്സ് വായനശാല സന്ദർശിച്ചത്.
കോഴിക്കോട് ജില്ലയിലെ ചോമ്പാൽ സബ് ജില്ലയിൽപ്പെട്ടതാണ് തുരുത്തി LP സ്കൂൾ. വായനശാല അധ്യാപകരായ സജിന, ജിഷ, ശിഖ എന്നിവർ വായനശാലയിൽ പുസ്തകാംഗത്വം വായനശാല പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. NK ശ്രീധരൻ, G മുകുന്ദൻ, NK ഭാസ്കരൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ നിജിത്ത്, ലൈബ്രറിയൻ സുഗിത തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം വരമ്പത്ത് പൊക്കാച്ച് തിരക്കുന്ന് ഓലച്ചാത്തന്മാര് കുറ്റിയാടി കളിക്കുന്ന് ഏലത്തും മങ്ങുണ്ട് വെള്ളം മറിയുന്ന് ജാടി നിറഞ്ഞിക്ക് ഞാനോ തിരിപ്പിക്കോ കന്നൊട്ടിണ്ടാലേന്ന് തൊണ്ട പുഴക്കുന്നു. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടി HSS NCC യൂണിറ്റ് ലഹരിക്കെതിരെയുള്ള വിവിധതരം പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ TK സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള വൈവിധ്യമാർന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ TK സലീം ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി HM ബീന ലക്ഷ്മണൻ, ഷിജിത് മാസ്റ്റർ, NCC ഓഫീസർ രജന കൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നീയും എന്നെ പോലെ തന്നെ ഈ ലഹരിയുടെ അടിമയായോ? പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നിനക്ക് നല്ലത് ഇനിയും തിരഞ്ഞെടുക്കാം. പക്ഷേ ഞാൻ ഈ ലഹരി എന്നെ തകർത്തു. അല്ല, നിനക്ക് തെറ്റുപറ്റി. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും നിനക്ക് കഴിയും. നീ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? പാലത്തായി UP സ്കൂളിലെ മികച്ച വായനക്കാരനാകുന്ന വിദ്യാർത്ഥിക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്ന് മാധ്യമപ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ KK സജീവ് കുമാർ. വിദ്യാലയത്തിൽ നടന്ന വായനാ വാരാചരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. PT പ്രസിഡന്റ് രാജേഷ് കുളങ്ങര അധ്യക്ഷനായി. വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം ബാബു വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബ് ഭാരവാഹികളായ CP രജീഷ് കുമാർ, TP സൗമ്യ, സഹൽ, E ആഷ്ലി, നീതു ജോയ് എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ P ബിജോയ് സ്വാഗതവും SRG കൺവീനർ ഹൃദയ പാറോൾ നന്ദിയും പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിതാക്കൾ ഉണ്ടാകുന്ന സന്തോഷം അത് വലുതാണ്. അതുപോലെ തന്നെ സന്തോഷിക്കുന്നവരാണ് അധ്യാപകരായ നമ്മളും. അപ്പം വായനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ളതാണ്. എന്നാൽ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടമുള്ളത് വായിക്കാം, പക്ഷേ അതിനൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അവതരിപ്പിക്കാനും അത് മറ്റൊരു തലത്തിൽ പ്രയോഗിക്കുവാനും, അതാണ് അത് വെളിച്ചമാകാൻ മറ്റൊരു തലത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. പേരിന് ഒരു വായനയായി മാത്രം പോരാ, അത് കുറിച്ചെടുക്കുകയും അതുപോലെ തന്നെ അതിന് ആസ്വാദനക്കുറിപ്പും അതുപോലെ തന്നെ അനുഭവക്കുറിപ്പൊക്കെ എഴുതി വെക്കുന്നതോടുകൂടി എല്ലാ കാലങ്ങളിലും നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ കുറിച്ചും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. കല്ലിക്കണ്ടി ഗ്രാമീണ സാംസ്കാരിക കേന്ദ്രം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാൽ ക്ലാസ് എടുത്തു. കല്ലിക്കണ്ടി ഗ്രാമീണ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാൽ ക്ലാസ് എടുത്തു. CK സുരേന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി. ബാബുരാജ് മാസ്റ്റർ, തൻവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സുരേന്ദ്ര മാഷ്, അതോടൊപ്പം സ്വാഗത ഭാഷകൻ ബാബുരാജ് മാഷ്, അതോടൊപ്പം മറ്റ് സദസ്സിലുള്ള പ്രിയപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ, നാട്ടുകാരെ, മക്കളെ, അമ്മമാർ. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഇന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട്. ഏകദേശം ഇത് 7ാമത്തെ പരിപാടിയാണ്. ഇപ്പം സൗണ്ട് ഇങ്ങനെ പോയിരിക്കും. രാവിലെ തുടങ്ങിയത്. ഇപ്പം ഇനിയും രാത്രി ഇപ്പോഴും ഫിസിക്കലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് രാത്രി 2 കോളേജുകാർ ഓൺലൈനായിട്ട് പരിപാടി വെച്ചിട്ട്, ഒരാൾക്ക് 7 മണി മുതൽ 8 മണി വരെ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. നരവൂർ റോഡ് പഴശ്ശി ക്വാർട്ടേഴ്സ് പരിസരത്ത് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വളർത്തുമൃഗങ്ങൾക്ക് സൗജന്യ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് സംഘടിപ്പിക്കുന്നു. കണ്ണൂർ വെറ്റിനറി ക്ലിനിക്കും ഹച്ചിക്കോ എന്ന സ്ഥാപനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നരവൂർ റോഡ് പഴശ്ശി ക്വാർട്ടേഴ്സ് പരിസരത്ത് വളർത്തുനായകൾക്കും പൂച്ചകൾക്കും തികച്ചും സൗജന്യമായാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും നൽകും. കൂടാതെ പേവിഷബാധ സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ വിശദമായ ക്ലാസും നടക്കും. വളർത്തുമൃഗങ്ങളുടെ രോഗചികിത്സയിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 4 വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ വെറ്റിനറി ക്ലിനിക്കും അരുമ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി പെറ്റ് ഗ്രൂപ്പിംഗ്, പെറ്റ് ആംബുലൻസ്, പെറ്റ് ഫുഡ്, പെറ്റ് ട്രെയിനിംഗ്, പെറ്റ് ഹോസ്റ്റൽ, പെറ്റ് ആക്സസറീസ് എന്നീ സൗകര്യങ്ങളുമുള്ള ഹച്ചിക്കോ എന്ന സ്ഥാപനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രദോഷ് കുമാർ, ഡോക്ടർ NB രമേശൻ, സി ബബിത എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാവുന്ന പോലെ ഈ കടി കെട്ടികളുടെ വൈറസ് സഞ്ചരിച്ച് തലച്ചോറിലെത്തുമ്പോഴാണ് ഈ രോഗത്തിന്റെ പെട്ടെന്ന് കുട്ടികളുടെ കടി മിക്കവാറും മുഖത്തോ ഇതിനു മുകളിലുള്ള ഭാഗത്തേക്കാണ്, തലയുടെ ഭാഗം കടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഭാഗത്താണ് കുട്ടികളുടെ കടി. അതുകൊണ്ട് തന്നെ ഈ വൈറസിന് വളരെ പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്താൻ രോഗം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് മറ്റു തരത്തിൽ നിന്ന് തടയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ വൈറസ് അവിടെ വളരുകയും രോഗബാധിതരായി മാറുകയും ചെയ്യുന്നു. മറ്റേതാണെങ്കിൽ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ലെങ്ത് ഒരു 6 അടിയുള്ള ഒരാളുടെ കാലിനെ കടിച്ചെങ്കിൽ ഈ വൈറസിന് സഞ്ചരിച്ചെത്താൻ അത്രയും ദൂരം സഞ്ചരിക്കണം. പക്ഷെ കുട്ടികളുടെ കടി ഈ ഭാഗത്തായിട്ട് വളരെ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സൊക്കെ എടുത്തുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ കുഞ്ഞു വിരലുകൾ ക്യാൻവാസിലൂടെ എന്ന പ്രമേയത്തെ ആധാരമാക്കി പന്തക്കൽ ജെനിസിസ് കിഡ്സ് ഇന്റർനാഷണൽ പ്രൈമറി സ്കൂൾ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടന്നു. റിട്ടയർഡ് പ്രിൻസിപ്പൽ അനിൽകുമാർ KK ഉദ്ഘാടനം ചെയ്തു. K. അബ്ദുൽ ബാസിദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുഴുവൻ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പ്രധാന അധ്യാപിക സിൽജ ചന്ദ്രൻ അധ്യക്ഷയായി. മാനേജർ സന്തോഷ് കുമാർ M പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപികമാരായ ലഗിഷ, അപർണ എന്നിവർ പങ്കെടുത്തു. പിന്നെ ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി പരിചയമുണ്ടോ? പത്രം വായിക്കുന്ന ആൾക്കാരാണോ എല്ലാവരും? അതിന് എത്ര വെച്ചാൽ പത്രം വായിക്കാറില്ല? ഒന്നുമില്ല. എന്നാലും അടുത്ത ദിവസം മുതലേ പത്രം വായിച്ചു തുടങ്ങുന്നത് പ്രതീക്ഷിക്കാം. ഓരോ വായിക്കുന്ന രീതിയിലേക്ക് മാറാം. ടീച്ചേഴ്സ് പറയാറില്ലേ പത്രം വായിക്കാൻ? മലയാള പത്രമാണോ എല്ലാവരും വായിക്കാറുള്ളത്? ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന ആൾക്കാരുണ്ടോ? എന്താ കിട്ടുന്നത്? എന്തൊക്കെ അറിവ്?
വായനാ മാസാചരണത്തിന്റെ ഭാഗമായി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഡാവിഞ്ചി ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ നടന്ന ജലഛായ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി. മാനവകൃഷ്ണയ്ക്ക് ഡ്രോയിംഗ് പേപ്പർ നൽകിക്കൊണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ യൂസഫ് മാസ്റ്റർ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. SRG കൺവീനർ KP സുലീഷ്, സ്റ്റാഫ് സെക്രട്ടറി P ബിജിത്ത്, KT ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. ചിത്രകലാധ്യാപകനായ K രാജേഷ് നന്ദി പറഞ്ഞു. താഴേച്ചമ്പാട്ടെ കഫേശ്രീ ജനകീയ ഹോട്ടൽ 8ാം വാർഷിക നിറവിൽ. 2018 പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കഫേശ്രീ ഹോട്ടൽ ആരംഭിച്ചത്. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്ത ഹോട്ടൽ കോവിഡ് കാലത്ത് ജനകീയ ഹോട്ടലായി മാറുകയായിരുന്നു. 2018 ജൂൺ 26 കഫേശ്രീ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി 20 രൂപയ്ക്ക് ഊണ് ലഭിക്കുന്ന ജനകീയ ഹോട്ടലായി ഉയർത്തി. പഞ്ചായത്തിന് കീഴിലാണ് ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നതെങ്കിലും പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നിർലോഭ സഹായ സഹകരണങ്ങൾ കഫേശ്രീ ഹോട്ടലിനുണ്ട്. നിലവിൽ 12ഓളം പേർ കഫേശ്രീയിൽ ജോലി ചെയ്യുന്നുണ്ട്. 30 രൂപയ്ക്ക് ഊണും 35 രൂപയ്ക്ക് ഊൺ പാഴ്സലും ലഭിക്കുന്ന ഹോട്ടലിൽ ദിനേന 400ഓളം പേരെത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ വിശാലമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലാണിത്. വില കുറവാണെങ്കിലും ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതിനാൽ പന്നിന്നൂർ ഗവൺമെൻറ് ITI വിദ്യാർത്ഥികളും അധ്യാപകരും പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും പൊതുജനങ്ങളുമടക്കം ഈ ഹോട്ടലിനെയാണ് ഉച്ചഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. കഫേശ്രീ ഹോട്ടലിൻ്റെ പ്രവർത്തനത്തിന് ആരംഭകാലത്തടക്കം പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ A ശൈലജ പറഞ്ഞു. 2018 പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിലാണ് പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടി ഒരു സംരംഭം എന്ന നിലയ്ക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഞാൻ ഈ ഒരു സ്ഥാപനം അനുവദിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ബന്ധപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിന് നൽകുകയും ബ്ലോക്ക് ഭരണസമിതി അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ ഒരു സ്ഥാപനത്തിൽ സാധാരണക്കാരായിട്ടുള്ള നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുകയും അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കോവിഡ് വന്നതിന് ശേഷം നമുക്കറിയാം സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇത് ജനകീയ ഹോട്ടലായിട്ട് മാറുകയും പന്നിന്നൂർ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൂടി ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലേക്ക് ഏറ്റവും മിതമായിട്ടുള്ള നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോവിഡിൻ്റെ സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും ജാഗ്രതയോട് കൂടിയിട്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ആധുനിക സംവിധാനത്തോട് കൂടിയിട്ട് എല്ലാ ഭൗതിക സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ഇപ്പം ജനകീയ ഹോട്ടലായിട്ടും മറ്റ് ഭക്ഷണ സാധനങ്ങൾ മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്ന ഏറ്റവും ചിട്ടയോട് കൂടിയിട്ട് ഇവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഓഡിറ്റിന് വിധേയമായിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നത്. ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഈ പന്നിന്നൂർ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെ ആളുകൾ കൂടി ആശ്രയിക്കുന്ന നിലയിലേക്ക് ഈ ഹോട്ടലിൻ്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10-11 തൊഴിലാളികൾ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തന സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക ദിനമായിട്ടുള്ള ഇന്ന് പാനൂർ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നിലവിൽ നേരത്തെ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. KP മോഹനൻ MLA, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ 8ാം വാർഷികത്തിൽ കഫേശ്രീക്ക് ആശംസകളുമായി എത്തി. പിറന്നാൾ പ്രമാണിച്ച് പായസ വിതരണവും നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നരിക്കോട്ട് മലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ KP മോഹനൻ MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗ തീരുമാനം. ഇടവിട്ട് പെയ്ത കനത്ത മഴയിൽ തലശ്ശേരി റെസ്റ്റ് ഹൗസ് പരിസരത്ത് തണൽമരം കടപുഴകി റോഡിലേക്ക് വീണു. 4 വൈദ്യുതി പോസ്റ്റുകൾ ഇളകി വൈദ്യുതി കമ്പികൾ പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായി. കണ്ണൂർ ജില്ലയിൽ ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സംവിധാനം 2 ദിവസത്തിനകം അഴിച്ചു മാറ്റണമെന്ന മുന്നറിയിപ്പുമായി RTO. ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.